ഞാൻ 40 പേരടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പം യു.പിയിലെ കാഴ്ചകൾ കണ്ട ശേഷം ഉത്തരാഖണ്ഡിലേക്ക് പോവുകയാണ്. ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ വടക്ക് കിഴക്ക് ഭാഗത്തായി ഉത്തരാഖണ്ഡ് സ്ഥിതി ചെയ്യുന്നു. ഉത്തരാഖണ്ഡിലെ സുഖവാസ കേന്ദ്രമായ നൈനിറ്റാളിലേക്കാണ് ആദ്യം പോകേണ്ടത്. ഞങ്ങളിപ്പോൾ ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിന് സമീപമെത്തി. ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ കടുവകളോടൊപ്പം മറ്റു വന്യമൃഗങ്ങളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പാർപ്പിച്ചിരിക്കുന്നു. ജിം കോർബറ്റ് മ്യൂസിയം ജംഗ്ഷനിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. ടൂർ മാനേജർ ഉൾപ്പെടെ എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. കാരണമറിയണ്ടേ? ഇവിടെ നിന്നും നൈനിറ്റാളിലേക്ക് 40 കിലോമീറ്റർ ദൂരമുണ്ട്. മല കയറി വേണം പോകാൻ. ഇപ്പോൾ സമയം 4 മണിയായി. 20 പേരടങ്ങുന്ന ട്രാവലർ വണ്ടിയിൽ പോയാൽ സമയത്തെത്തും. പക്ഷേ ഒരാൾക്ക് 700 രൂപയാണ് ആവശ്യപ്പെടുന്നത്. അതാണ് എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നത്. 40 × 700 വലിയ സംഖ്യയായതുകൊണ്ട് സ്വന്തം വാഹനത്തിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വാര പ്രദേശങ്ങളാണ് കാഴ്ചയിൽ കാണുന്നത്. ധാരാളം എസ് വളവുകളുണ്ട്. കൊടൈക്കനാലിൽ കയറ്റം കയറി പോകുന്നത് പോലെയുള്ള ദൃശ്യാനുഭവം ഇവിടെയും ആസ്വദിക്കാം. ഞങ്ങൾ നൈനിറ്റാളിലെത്തി. പ്രകൃതിരമണീയമായ ഭൂപ്രദേശം. നല്ല തണുപ്പായി. സന്ധ്യാനേരമായി. ചിത്രങ്ങൾ പിടിക്കാൻ കഴിയുന്നില്ല. അവിടെ ചെന്നതിന് ശേഷം ഓട്ടോ പിടിച്ചാണ് കാഴ്ചകൾ കാണാൻ പോയത്. ഒരു ഓട്ടോയ്ക്ക് 800 രൂപയാണ് കൂലി. 4 പേർക്ക് പോകാം. പ്രധാനമായും 12 പോയിൻ്റുകളാണ് കാണിക്കുന്നത്. എല്ലാം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ താമസിച്ച് പിറ്റേന്ന് കാഴ്ചകളിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. റൂം വാടക വളരെ കൂടുതലാണ്. കൊടൈക്കനാലിലുള്ളതുപോലെ നൈനിറ്റാൾ പട്ടണത്തിൻ്റെ മധ്യഭാഗത്തായി ഒരു തടാകം സൃഷ്ടിച്ചിരിക്കുന്നു. ബോട്ടുകൾ ധാരാളമായി തീരത്ത് കിടപ്പുണ്ട്. അടുത്ത ദിവസം ഞങ്ങളുടെ വാഹനം ഹൃഷികേശിൽ എത്തിച്ചേർന്നു. വാഹനം പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ഗംഗാനദിയാണ് സമീപം. ഹിമാലയത്തിലെ ഹിമാനിയായ ഗംഗോത്രിയിൽ നിന്നും ഉത്ഭവിച്ച് ഉത്തരാഖണ്ഡ്, യു.പി തുടങ്ങിയ സ്റ്റേറ്റുകളിലൂടെ ഒഴുകുന്നു. മഞ്ഞുരുകുന്ന വെള്ളമായതുകൊണ്ട് വേനൽക്കാലത്തും ഗംഗ നിറയെ വെള്ളമാണ്. ഹൃഷികേശിൽ നിന്നും 2 കിലോമീറ്റർ അകലെയായി പവൻതാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മിററും ഗ്ലാസ് വർക്കും കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. നമുക്ക് ആ ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രത്തിൽ പ്രവേശനം സൗജന്യമാണ്. എന്നാൽ അവർ സംഭാവനകൾ സ്വീകരിക്കുന്നു. ഞാനും 100 രൂപ നൽകി രസീത് സ്വീകരിച്ചു. വളരെ വിശാലമായ ഉൾഭാഗമാണ് ക്ഷേത്രത്തിലുള്ളത്. മിററും ഗ്ലാസ് വർക്കും കൊണ്ടാണ് ഈ അത്ഭുത ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ദേവീദേവന്മാരും ശിവപാർവതിമാരും കഥാപാത്രങ്ങളാണ്. ഇത് പരിപാലിക്കുന്നതിന് ധാരാളം പണം വേണ്ടിവരും. ഞാൻ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. എൻ്റെ രൂപം മിററിൽ പ്രതിഫലിക്കുന്നതാണ് കാണുന്നത്.
ഈ ക്ഷേത്രത്തോട് ചേർന്ന് ഉത്തരാഞ്ചൽ ഹിമാലയൻ ജെംസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന സ്ഥാപനവുമുണ്ട്. സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട സാധനങ്ങൾ ഇവിടെ നിന്നും വാങ്ങാൻ കഴിയും. വളരെ വില കൂടുതലാണ്, ഗുണമേന്മയും കാണുമായിരിക്കും.